എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ 132ാമത്തെ ഭാഗം, അതായത് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്ന സഭ എടുക്കപ്പെടുന്നത് എപ്പോൾ എന്നുള്ള വിഷയത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആണ് എങ്കിൽ, അല്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, ഈ വിഷയത്തിൻ്റെ 1, 2, 3, 4 എന്നുള്ള ഭാഗങ്ങൾ കഴിഞ്ഞുപോയി. തുടക്കം മുതൽ കേട്ടെങ്കിലേ ഈ പറയപ്പെടുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഈ പഠന ക്ലാസ്സിൻ്റെ 1, 2, 3, 4 ഭാഗങ്ങൾ കൂടി കേൾക്കുവാനായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനായി, പ്രാർത്ഥനയ്ക്കായി, സഹകരണങ്ങൾക്കായി വളരെ നന്ദിയുണ്ട്. പോസിറ്റീവായും നെഗറ്റീവായും കമൻ്റ് ഇടുന്നവർക്കും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവവചനം പഠിക്കുവാൻ കൂടുതലായി താല്പര്യം കാണിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിമർശന മനോഭാവത്തോടെ ദൈവവചനം കേട്ടാൽ എന്തും കാട്ടിക്കൂട്ടുവാനുള്ള പ്രചോദനം നമുക്കിതിൽ നിന്ന് കിട്ടും. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, വേണമെങ്കിൽ നിരീശ്വരവാദികൾക്കും ദൈവമില്ല എന്ന് തെളിയിപ്പാനായി നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന് 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്തോ എന്ന ദൈവം ഇല്ല എന്ന്. അപ്പോൾ നിരീശ്വരവാദികൾക്ക് വേണമെങ്കിൽ പറയാം, ദൈവമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് മൂഢനായവൻ അവൻ ഹൃദയത്തിൽ പറഞ്ഞു, ബുദ്ധിമാന്മാരായ ഞങ്ങൾ അതൊച്ചത്തിൽ പറയുന്നു. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ദൈവമില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണമെങ്കിൽ 14-ാം സങ്കീർത്തനത്തിൻ്റെയും 53-ാം സങ്കീർത്തനത്തിൻ്റെയും 1-ാം വാക്യം എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഏതൊരു മനോഭാവത്തോടെയാണ് വിശുദ്ധ വേദപുസ്തകത്തെ നാം സമീപിക്കുന്നത്, അതിനനുസൃതമായ ഉൾക്കാഴ്ചകൾ ഒരുപക്ഷെങ്കിൽ അതിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആത്മാവിൻ്റെ സഹായത്തോടെ, ആത്മീയ വീക്ഷണത്തോടെ തിരുവചനത്തെ ഉൾക്കൊണ്ടാൽ അതിൽ നിന്നൊന്നും മാറ്റി നിർത്തുവാനില്ല. എല്ലാം നമ്മൾക്കൊന്നില്ലെങ്കിൽ ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിക്കുന്നതോ, അറിവിലേക്കോ സദാചാരബോധത്തിലേക്കോ, ഒരു കുടുംബത്തിൽ കഴിയുവാനുള്ള ഒരു സത്യസന്ധതയോ, ആത്മീയ ജീവിതത്തിൽ ബലം നൽകുന്ന ആത്മീയ ആഹാരമോ എല്ലാം തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 വീഡിയോകൾ ചെയ്തിട്ട് ആർക്കും ഇതുവരെ തിരുവചനം കൊണ്ട് ഈ ഉപദേശത്തെ ഖണ്ഡിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ വചന പഠനത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഒറ്റ വാക്കുകൾ കൊണ്ട് മണ്ടത്തരമാണ്, അതാണ് ഇതെന്നൊക്കെ പറയാൻ കഴിഞ്ഞെന്നിരിക്കും. അതെല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ. ഒരു കാര്യം തെറ്റ് എന്ന് പറയാൻ 2 അക്ഷരങ്ങൾ പഠിച്ചാൽ മതി. 1 തെ, 2 ട്. ഈ 2 അക്ഷരങ്ങൾ പഠിച്ചാൽ തെറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് തെറ്റാണെന്ന് സമർത്ഥിക്കണമെങ്കിൽ ശരി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ളതായ തെളിവുകൾ നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ അപര്യാപ്തതയാണ് മണ്ടത്തരമാണ്, പൊട്ടത്തരമാണെന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ അവരോട് എൻ്റെ സ്നേഹം ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ശരി, നമ്മുടെ ഇന്നത്തെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള പഠന ക്ലാസ് ഇവിടെ സമാപ്തി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് തുടർന്ന് വരുന്ന ഗൗരവമേറിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ആൻസർ ചെയ്യേണ്ടതായ ചോദ്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ പ്രതികരിക്കാം. 2 സാക്ഷികളുടെ കാര്യം ഞാനൊരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാണെന്ന് തെളിയിക്കാനുള്ള വചനം വിശുദ്ധ ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ അത്ര പ്രസക്തി കൊടുക്കുന്നില്ല, കാരണം ഞാൻ ആധികാരികമായി പറഞ്ഞൊരു കാര്യമല്ലാതെ. ശരി, നമുക്ക് മടങ്ങി വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രധാനമായ വിഷയം, മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടും എന്ന് നമ്മൾ പഠിച്ചാൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തിരുവചനത്തിൽ വചനമില്ലാതെ പോകും. ഞാൻ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപായി എന്താണ് നമ്മുടെ പഠന വിഷയം, അതിലേക്ക് നമ്മൾ ആധികാരികമായി പ്രവേശിക്കുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയത്തിൻ്റെ വിരുദ്ധമാണ് യാഥാർത്ഥ്യം എങ്കിൽ എൻ്റെ അനുബന്ധ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ എന്നോട് സംവാദം നടത്തുന്നവർ അതിന് കടപ്പെട്ടവരാണ്.
ഇതുവരെ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി തന്നില്ല എന്നുള്ള വ്യക്തത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ചോദ്യങ്ങൾ പുറകെ വരും. ഇതാരെയും കുഴപ്പിക്കാനല്ല, നമുക്ക് യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനാണ്. അപ്പോൾ വചനം പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ പഠനം മുന്നോട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9, 10, 11. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഏതോ ഒരു സഹോദരൻ ഒരഭിപ്രായം പറഞ്ഞു, ഈ പഠന ക്ലാസ്സിൽ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കുമെന്ന്. എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനത്തിൽ ഞാൻ എഴുതാൻ പോയാൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വലത്തോട്ട് എഴുതി പോകുമ്പോൾ നമുക്ക് ക്യാമറയിൽ ഇടത്തോട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഖേദിക്കുന്നു. നല്ല അഭിപ്രായമാണ്. അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹം പ്രകടമാക്കിയിരിക്കുന്ന കമൻറ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കുന്നവർക്ക് ആവർത്തിച്ച് കേൾക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമല്ലോ. യാഥാർത്ഥ്യമെന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് പഠനത്തിന് കൂടുതലായി സഹായിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാരായിരിക്കും? ഏത് സമയത്താണ് അവർ രക്തസാക്ഷിത്വം വഹിച്ചത്? മഹോദ്രവകാലത്തല്ല എന്നുള്ളത് താഴെയുള്ള വാക്യത്തിൽ നിന്ന് വ്യക്തം. കാരണം ഇനിയും നിങ്ങളെപ്പോലെ ചില സഹഭൃത്യർ വരുവാനുണ്ട്. അപ്പോൾ അവർ വന്നിട്ടില്ല. പിന്നെ ഇവരാരായിരിക്കാനാണ് സാധ്യത? അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവർ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 50, 51 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഹാബേലിൻ്റെ രക്തം തുടങ്ങി യാഗപീഠത്തെങ്കിൽ ആലയത്തിന് നടുവിൽ വെച്ച് പട്ടുപോയ സെഖര്യാവിൻ്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുമ്പോൾ കാണുന്ന യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ച് കൊല്ലപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 2ാമത്തെ ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കുമ്പോൾ ഇതിന് കൂടുതൽ വ്യക്തത വരും. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുമ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായിട്ടുള്ള ഒരു രക്തസാക്ഷിത്വം വഹിച്ചവരുടെ കൂട്ടത്തെയാണ് കാണുന്നത്. നിങ്ങളെപ്പോലെ സഹഭൃത്യന്മാരായവർ ഇനിയും കൊല്ലപ്പെടുവാനുണ്ട്. ഇവിടെ ഇവരോട് പറയുകയാണ്, നിങ്ങളെപ്പോലെ ഇനിയും രക്തസാക്ഷിത്വം വഹിച്ചു വരുവാനുള്ളവരുടെ ഒരു എണ്ണമുണ്ട്. അത് തികയുന്ന വരെ നിങ്ങളൊന്ന് അടങ്ങിപ്പാർക്ക്. അവർക്കൊരു സമ്മാനബോധം കൊടുക്കുക. വെള്ള നിലയങ്കി കൊടുത്തു. വചനം അങ്ങനെയായിട്ട് പറയുന്നത്. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അത് ഏത് കമ്പനിയുടെ തുണിയാണെന്ന്, റെഡിമെയ്ഡ് ആയിരുന്നോ അതോ ആരും തയ്പ്പിച്ച് കൊടുത്തോണെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ വചനമാണ് പറഞ്ഞത്. ഇനി ഇതെന്താണ്? ഇപ്പോൾ നമുക്ക് 2 കൂട്ടരെ കാണാം. ഒന്ന്, ഇവിടെ യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവും ദൈവവചനവും നിമിത്തം രക്തസാക്ഷിത്വം വഹിച്ച ഒരു കൂട്ടരുണ്ട്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവർക്ക് മുന്നമേ ഇവിടെയുള്ളൊരു കൂട്ടരുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ വായിക്കുകയാണ്.
ഞാൻ ന്യായാസനങ്ങൾ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും പറയുകയാണ്, യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തവും വചന നിമിത്തവും ഇവരുടെ കാര്യമാണ് നമ്മൾ ആദ്യം 6-ാം അധ്യായത്തിൽ വായിച്ചത്. മനസ്സിലായല്ലോ? ദൈവവചന നിമിത്തവും യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും. അടുത്തത്, മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിമേലും കൈമേലും അതിൻ്റെ മുദ്ര ഏൽക്കാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ഇപ്പം 2 തരം ആളുകളാണ് ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ കൂട്ടത്തിലുള്ള. ഒന്ന്, യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം രക്തസാക്ഷിത്വം വഹിച്ചവർ. അവരോടാണ് പറഞ്ഞത് ഇനിയും ഒരു കൂട്ടർ വരുവാനുണ്ടെന്ന്. അതാരാ? മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിമേലും കൈമേലും മുദ്ര കൈക്കൊള്ളാത്തവരുമായിരുന്നവർ. ശ്രദ്ധിക്കണം, ഞാൻ ഈ വിഷയം ഇവിടെ വെച്ചിട്ട് ഒരു പ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ പഠനങ്ങൾ നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ക്രമത്തിലല്ല സംഭവിപ്പാൻ പോകാനുള്ളത്. അല്ല, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ആ ക്രമത്തിലല്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിന് ദൈവം യോഹന്നാന് കൊടുത്ത വെളിപ്പാടിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കാം ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. എന്തുമാകട്ടെ, നടക്കുവാൻ പോകുന്ന ഒരു കാര്യങ്ങളും ഇതിനകത്ത് എഴുതാതെ പോയിട്ടില്ല. ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാതെയും പോകത്തില്ല. അപ്പം നമ്മൾ തൃപ്തരായല്ലോ. ശരി, നമുക്കിതിനകത്ത് 3 കഷ്ടങ്ങളെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ച എന്നാ തുടങ്ങുന്നതെന്ന് ചോദിച്ചവരുണ്ട്. മഹോദ്രവം എന്നാ തുടങ്ങുന്നതെന്ന് ചോദിച്ചവരുണ്ട്. ഇതിനകത്തൊരു വ്യക്തി ചോദിച്ചൊരു കാര്യമുണ്ട്, അതിപ്രധാനമായ കാര്യമാണ്. മഹോദ്രവകാലം കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നത് എങ്കിൽ അവൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? അപ്പോൾ ആർക്കും അറിയാത്ത നിമിഷത്തിൽ, ആരും നനയ്ക്കാത്ത നിമിഷത്തിൽ വരുമെന്നല്ലേ എൻ്റെ അർത്ഥം? അതായത് വേറിട്ട ചിന്തയിൽ പറയുന്നത് പോലെ 7 വർഷം കഴിഞ്ഞിട്ടാണ്, മഹോദ്രവകാലമായ 7 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നതെങ്കിൽ 7 വർഷം എന്നൊരു കാലം കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് വരവിനെ കുറിച്ച് ഊഹിക്കാമല്ലോ. ഞാൻ പറയുന്നു, അങ്ങനെ കണക്ക് കൂട്ടിക്കൂ. പക്ഷെ വരവിന് മുൻപ് നടക്കേണ്ടതൊരു കാര്യമുണ്ട്. ആ സംഭവം എന്നാ തുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതായത് മഹോദ്രവകാലം എന്നാ തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് പറയാൻ കഴിയില്ലാത്തടത്തോളം കാലം കർത്താവിൻ്റെ വരവിനെ നിങ്ങൾ മഹോദ്രവകാലം നടക്കുമ്പോൾ മുതൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന ദിവസം വരുമെന്ന് കണക്ക് കൂട്ടുന്നതിന് യാതൊരു അർത്ഥവുമില്ല, പ്രയോജനവുമില്ല. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ ദൈവം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ആ ഈറ്റുനോവിൻ്റെ ആരംഭം നടക്കണം. അത് നടന്നെങ്കിൽ ഈ സംഭവത്തിലേക്ക് വരത്തുള്ളൂ. ഇനി അവിടുത്തെ ശ്രദ്ധേയമായ പദം ശ്രദ്ധിക്കണം. ആ നാളും നാഴികയും സംബന്ധിച്ചിടത്തോളം ആർക്കും അറിയാതെ പോയത് നാളും നാഴിക, ഡേ ആൻഡ് അവേഴ്സ്. അതെന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അതിനൊരു ദിവസമുണ്ട്. ആ ദിവസവും അത് വരുന്ന ഒരു നാഴികയുണ്ട്. ആ സമയവും അതാർക്കും അറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ 7 വർഷത്തെ കണക്ക് കൂട്ടിയിരുന്നാലും ജാതികളെ സംബന്ധിച്ചുള്ളവർക്ക് ഒരു ഗുണവുമില്ല. ജാതികളുടെ സംഖ്യ തികഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലിനോടുള്ള ഇടപെടലിൻ്റെ കാലം ആരംഭിക്കുന്നത്. മാത്രമല്ല മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോഴാണ് അവസാനം വരുന്നത്. ഭൂലോകമൊക്കെയും എന്നുള്ള, അല്ലെങ്കിൽ ഭൂലോകത്തിൽ എവിടെയും എന്നുള്ള അർത്ഥം നിങ്ങൾ സർവലൗകികമായിട്ട് വീക്ഷിക്കരുത്. അത് നടക്കേണ്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ നടക്കത്തുള്ളൂ. അതങ്ങനെ പറയാൻ എന്തെങ്കിലും ബൈബിളിൽ തെളിവുണ്ടോ? നമുക്ക് നോക്കാമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രവചനം നിറവേറേണ്ടതിന് നടന്ന ഒരു സംഭവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ലൂക്കോസ് 2:1 വായിക്കുക. ലോകമൊക്കെയും പേർവഴി ചാർത്തേണ്ടതിന് ഔഗുസ്തോസ് കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. എവിടെയാ? ലോകമൊക്കെയും, ഈ സർവ്വലോകത്തിലേക്കും നടപ്പിലാക്കാനുള്ളൊരു ആജ്ഞ പുറപ്പെടുവിക്കാൻ ഈ കൈസർക്ക് എവിടെ നിന്ന് അധികാരം കിട്ടിയേ?
അപ്പോൾ ഇവിടുത്തെ ലോകം തൻ്റെ അധികാര പരിധിക്ക് ഉള്ളിലുള്ള ആ ഒരു മേഖലയാണ് തൻ്റെ ലോകം. മനസ്സിലായി കാണും. അപ്പോൾ ലോകമെങ്കും രാജ്യത്തിൻ്റെ സുവിശേഷമൊന്നും വേണ്ട. രാജ്യത്തിൻ്റെ സുവിശേഷം ഇസ്രായേലിനോടുള്ളതാണ്. അത് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം ഇസ്രായേലിനോടുള്ളതാണ്. കാരണം രാജ്യം അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ രാജാവിനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ രക്ഷകനെ അന്വേഷിച്ച് വന്നത്. രണ്ട് പദവികളാണ്, രണ്ട് ദൗത്യമാണ്, ഒരു വ്യക്തിയാണ്, രണ്ട് കൂട്ടരോടാണ്. ഇവിടെ കള്ളനെപ്പോലെ വരും എന്ന് പറഞ്ഞത് ആ നാളും നാഴിക, മറിച്ച് 7 വർഷം കണക്ക് കൂട്ടിയിരുന്നിട്ടൊന്നും കാര്യമില്ല. ആ നാളും നാഴികയും അതാണ് എൻ്റെ വ്യക്തമായ ഒരു മറുപടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ വായിച്ച് വെച്ച വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ രക്തസാക്ഷികളെ കാണുമ്പോൾ അവരോട് പറയാണ്, നിങ്ങളെപ്പോലെ സഹഭൃത്യന്മാർ ഇനിയും വരുവാനുണ്ട്. അവർ വരുവോളം നിങ്ങൾ അടങ്ങി പാർക്കുവിൻ. അവരെ ആശ്വസിപ്പിച്ചു. ഇനി വരുന്നവരെങ്ങനെ വരുന്നവരാണെന്നറിയാവോ? ആദ്യം വന്നവർ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും ഹേതുവായി രക്തസാക്ഷിത്വം വഹിച്ചവർ. അതായത് മഹോദ്രവകാലം തുടങ്ങുന്നത് വരെയുള്ള രക്തസാക്ഷിത്വം അതിനകത്ത് ഉൾപ്പെടും. ഇവിടെ പറയുന്ന രണ്ടാമത്തെ കൂട്ടർ, അവർ ഒന്ന് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവർ. വളരെ ശ്രദ്ധിക്കുക. മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവർ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്, അവർ നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവർ. ഇങ്ങനെയുള്ള ഒരു കൂട്ടം രക്തസാക്ഷികൾ വരുവോളം നിങ്ങൾ ഇവിടെ അടങ്ങിപ്പാർക്കണം. ഇത് ഏത് ഘട്ടത്തിലാണ്, ഇത് ഏത് സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത്? മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മഹോദ്രവകാലത്തല്ലേ? മഹോദ്രവകാലത്തിന് മുൻപ് എവിടെയെങ്കിലും ആരെങ്കിലും മൃഗവും അതിൻ്റെ പ്രതിമയും കൊണ്ടുവച്ചിട്ട് നമസ്കരിക്കാൻ പറഞ്ഞോ? ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന ബിംബത്തെ ആരാധിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നെറ്റിമേലും കൈമേലും മുദ്രയേൽക്കുക എന്ന് പറയുന്നത് മഹോദ്രവകാലത്തല്ലേ? വളരെ വ്യക്തമാണ്. ഇനി അതൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ ആശയങ്ങൾ കൊണ്ട് വരല്ലേ പ്രിയ സഹോദരങ്ങളെ. ഇത്രയ്ക്കും വ്യക്തമായി വചനം വെളിപ്പെട്ടിട്ടും വീണ്ടും ഇതിനോട് മത്സരിക്കുന്ന നിങ്ങൾ, ശാഠ്യം കാണിക്കുന്ന നിങ്ങൾ, മത്സരികളും ശാഠ്യക്കാരും ആവിചാരത്തിനു തുല്യമാണ്. വേറിട്ട ചിന്തകൾ, ഇന്ന് ഒരാൾ കമന്റിട്ടിരിക്കുന്നു, വേറിട്ട ചിന്തകൾ വീണ്ടും വെളിവുകേടായിട്ട് വന്നെന്ന്. അവനങ്ങനെ പറയും. കാരണം ഇത് സത്യവചനമാണ്. സത്യവചനത്തോടെ എപ്പോഴും സുവിശേഷ വിരോധികൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കത്തുള്ളൂ. അവരൊന്നും സുവിശേഷത്തെ അംഗീകരിക്കുന്നവരല്ല. അവരൊക്കെ സുവിശേഷ വിരോധികളും ദൈവവചനത്തിനും വിരോധികളാണ്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ കമൻറ്റിട്ട വ്യക്തിയോട് ഞാൻ ചോദിക്കുന്നു, ഇതിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാന്യമായ രീതിയിൽ നല്ല തെളിവുകളോടുകൂടി ഒരു മറുപടി വയ്ക്കും. അത് കഴിയാതെ വരുമ്പോൾ പറയുന്നത് സുവിശേഷത്തിലുള്ള വിരോധ മനോഭാവത്തിൻ്റെ വാക്കുകളുടെ പ്രകടനമാണ് ആ അക്ഷരങ്ങളോട് വെളിപ്പെട്ടു വരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മഹോദ്രവകാലത്തല്ലാതെ ഇത്തരത്തിലുള്ളൊരു രക്തസാക്ഷികളെ കിട്ടാനേ വരുവാനേ പോകുന്നില്ല. നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവർ മഹോദ്രവകാലത്താണ്. അവർ കൂടെ വന്നു ചേരുവോളം മുന്നമേ ദൈവവചനം ഹേതുവായും യേശുവിൻ്റെ സാക്ഷ്യം ഹേതുവായും രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാക്കൾ അവരുടെ കുടികൊള്ളുകയാണ്. ഇവർ രണ്ട് കൂട്ടരും കൂടി ഒന്നിച്ച് ചേരുകയാണ്. ഇനിയാണ് ചോദ്യത്തിലേക്ക് വരുന്നത്. മഹോദ്രവ കാലത്തിന് മുൻപ് കർത്താവ് വന്നു എങ്കിൽ കാഹളം മുഴങ്ങിയായിരുന്നോ? മുഴങ്ങണമല്ലോ. മുഴങ്ങി. കാഹളം മുഴങ്ങിയെങ്കിൽ തെസലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ആ കാഹളത്തെങ്കിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണമല്ലോ. ഉയർത്തെഴുന്നേറ്റു. ജീവനോടിരിക്കുന്ന വിശുദ്ധർ രൂപാന്തരം പ്രാപിക്കണമല്ലോ. രൂപാന്തരം പ്രാപിച്ചു. അവർ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടണമല്ലോ. എടുക്കപ്പെട്ടു. എങ്കിൽ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ശിരസ് ഛേദിക്കപ്പെട്ടവരോ കൊല്ലപ്പെട്ടവരുമായ ആത്മാക്കൾ എന്തുകൊണ്ട് ഈ കാഹളം മുഴങ്ങിയപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റില്ല? അവരുടെ ആത്മാവ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു. എവിടെ വരെ? മഹോദ്രവകാലത്തും
രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ളവർ വന്നു ചേരുവോളം അവർ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വ്യക്തമല്ലേ? ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നെ വചനസഹിതം എന്നെ ബോധ്യപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. കർത്താവ് വരുന്നത് മഹോദ്രവകാലത്തിന് മുൻപാണെങ്കിൽ പ്രതിമയെ നമസ്കരിക്കാത്തവരും മുദ്രയേൽക്കാത്തവരും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല. അത് വരാൻ പോകുന്നുള്ളൂ. സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് മഹോദ്രവം വരാൻ പോകുന്നത്. അപ്പോൾ അവർ കൊല്ലപ്പെട്ടിട്ടില്ല. മനസ്സിലായി കാണും. അപ്പോൾ ഇതിനു മുൻപേ ഈ അന്ത്യകാഹളത്തിൽ ഇവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോയെങ്കിൽ എന്തുകൊണ്ട് ഈ രക്തസാക്ഷിത്വം വഹിച്ചവർ, ദൈവവചന ഹേതുവായും യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവും രക്തസാക്ഷിത്വം വഹിച്ചവർ അവർ ഉയർത്തെഴുന്നേൽക്കാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ പറയണം. അവരോട് പറയുക, ഇനിയും വരാനുള്ളവരുണ്ട്. അതായത് മഹോദ്രവകാലം കൂടി കഴിഞ്ഞിട്ടേ നിങ്ങളെ ഇവിടുന്ന് ഉയർപ്പിക്കുകയുള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം. എതിർക്കുന്നവരെ എതിർത്തോ, സുവിശേഷ വിരോധികളുടെ കമൻറ്റുകളുണ്ട് പോരട്ടെ, സത്യവചനത്തെ എതിർക്കുന്നവരുടെ കമൻറ്റുകളുണ്ട് പോരട്ടെ. ഇത് സത്യവചനം ആത്മാവിൽ പഠിക്കുന്നവർ അവർ ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അവർ പഠിച്ചുകൊണ്ടിരിക്കുക, അവർ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് അതിൻ്റെ താഴോട്ടൊന്നും കൂടി വായിക്കാം. അപ്പോൾ വലിയൊരു യാഥാർത്ഥ്യം വെളിപ്പെടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ വീണ്ടും വായിക്കുക. ന്യായാസനങ്ങളെ കണ്ടു, അതിലിരിക്കുന്നവൻ ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാത്തവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അപ്പോൾ ഈ 2 കൂട്ടരും ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ. മഹോദ്രവകാലത്ത് കൊല്ലപ്പെട്ടവരും അതിനു മുൻപ് കൊല്ലപ്പെട്ടവരും ഈ 2 കൂട്ടരും ഇപ്പോൾ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ. ആർക്കും തർക്കിക്കാൻ കഴിയത്തില്ലല്ലോ. വളരെ വ്യക്തമല്ലേ? 2 കൂട്ടരും ഉണ്ടല്ലോ, ഉണ്ട്. എന്നിട്ട് പറയാണ്, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണ്. ആര്? ഹാബേല് മുതൽ സെഖര്യാവ് വരെ എന്ന് പഴയ നിയമത്തിൽപ്പെട്ടതും അപ്പോസ്തലന്മാരുടെ കാലം മുതൽ മഹോദ്രവം തുടങ്ങുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ളവരും, അതായത് ജാതികളുടെ സംഖ്യ തികയുന്നത് വരെയുള്ള കാലഘട്ടം, ഒന്നും കൂടി പറഞ്ഞാൽ ഇസ്രായേലിനുള്ള ഇടപെടൽ വീണ്ടും ആരംഭിക്കുന്ന കാലഘട്ടം വരെ ഉള്ള രക്തസാക്ഷികളുടെ ആത്മാക്കളും മഹോദ്രവ കാലത്ത് മൃഗത്തെയോ പ്രതിമയെയോ നമസ്കരിക്കാതെയും നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കപ്പെടാതെയും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളും കൂടി ഒരുമിച്ച് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണം. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണം. അപ്പോൾ 1000 ആണ്ടിൽ ഈ 2 കൂട്ടരും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായോ സഹോദരങ്ങളെ? ഉറപ്പായി. എന്നിട്ട് പറയുകയാണ്, മരിച്ചവർ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നിട്ട് ശ്രദ്ധേയമായ വാക്യം ശ്രദ്ധിക്കുക. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുന്നവരാരൊക്കെയാ? 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെ. അവരാരൊക്കെയാ? ഹാബേല് മുതൽ സെഖര്യാവ് വരെയുള്ള രക്തസാക്ഷിത്വം വഹിച്ചവരും മഹോദ്രവ കാലത്ത് കൊല്ലപ്പെട്ടവരും ഒരുമിച്ചെഴുന്നേറ്റ് 1000 ആണ്ട് വാഴുമ്പോൾ ആ ഒരുമിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് 1-ാമത്തെ പുനരുത്ഥാനമെന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, ആ മഹോദ്രവകാലത്തിന് മുൻപ് കാഹളം മുഴങ്ങിയെന്നും അന്ന് ക്രിസ്തുവിൽ മരിച്ചൊരു ഉയർത്തെഴുന്നേറ്റെന്നും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അത് ഏതൊരു പുനരുത്ഥാനമാണെന്ന് നിങ്ങൾ പറയണം. ഇതാണ് 1-ാമത്തെ പുനരുത്ഥാനമെങ്കിൽ, അതായത് ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന ആ രക്തസാക്ഷിത്വം വഹിച്ചവരും കൂടി ചേർന്നുള്ള പുനരുത്ഥാനമാണ് 1 എങ്കിൽ, അതിനു മുൻപ് നടന്ന ആ പുനരുത്ഥാനം ഏതാണെന്ന് നിങ്ങൾ പറയണം. അത് നിങ്ങൾ പറയണം. തന്നെയല്ല, ഭാഗ്യവാന്മാർ ഇവരാണ് 1000 ആണ്ട് വാഴുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മഹോദ്രവ കാലത്തിന് മുൻപ് കർത്താവ് വന്ന് സഭയെ എടുത്തുവെങ്കിൽ, മധ്യാകാശത്തിൽ എന്നൊക്കെ പറയുന്നവരുണ്ട്, എനിക്കറിയില്ല അത് ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്.
മധ്യാകാശത്തിങ്കൽ മണിപ്പന്തൽ, അതൊക്കെ എനിക്കറിയില്ല. അത് ഭാവനയാണോ ആഗ്രഹമാണോ എന്നെനിക്കറിയില്ല. തിരുവചനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടവർ എന്നെ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. എൻ്റെ ചോദ്യം, ഈ രക്തസാക്ഷിത്വം വഹിച്ചവർ നിശ്ചയമായും മഹോദ്രവകാലം കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാകത്തുള്ളൂ. കാരണം ഈ പ്രതിമയെ നമസ്കരിക്കാതെയും മുദ്രയേൽക്കാതെയും നിൽക്കുന്നവർ, അവർ കൊല്ലപ്പെട്ട് അവസാനത്തെ വ്യക്തി വരെ കൊല്ലപ്പെടണമെങ്കിൽ മഹോദ്രവകാലം തീരണം. ആ തീർന്നതിന് ശേഷം അവർ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് വാഴുമ്പോൾ, അന്നു മുതലാണ് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നൊരാശയം നമ്മൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല എങ്കിൽ അതിന് 7 വർഷം മുൻപ്, ഞാൻ ആദ്യം 7 എന്നുള്ള കണക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യാം. ഈ 7 വർഷം മുൻപ് ഉയർത്തെഴുന്നേറ്റ് പോയവർ ആരുടെ കൂടെയാണ് വാഴുന്നത്? കൊരിന്ത്യർ പറയുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് അവരും ക്രിസ്തുവിനോട് കൂടി വാണു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനു മുൻപ് 7 വർഷം മുമ്പേ അവരുടെ ആ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റവരുടെ ആ വിശുദ്ധന്മാരും ജീവനോടിരുന്ന വിശുദ്ധന്മാരും അവിടെ വാഴ്ച തുടങ്ങിയിട്ട് 7 വർഷമായി. ഇവരും കൂടി ചെല്ലുമ്പോൾ അവർക്ക് 1007 വർഷമായി അവർ പരിപാടി. അവരുടെ വാഴ്ച 1007 ഇവർക്ക് 7 വർഷം. കാരണം ഇവർ മഹോദ്രവകാലം കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഖ്യ തികയത്തുള്ളൂ. ഇവർക്ക് 1000 മുന്നമേ പോയവർക്ക് 1007. വ്യക്തമാക്കി പറയാം, മഹോദ്രവകാലത്തിന് മുൻപ് സഭയെടുക്കപ്പെട്ടപ്പോൾ അവർക്ക് 1007 വർഷവും ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചവർക്ക് 1000 വർഷവും. എന്തുകൊണ്ട് ഈ മുഖപക്ഷം വന്നു? അല്ല, മുന്നമേ പോയവർക്ക്, മഹോദ്രവകാലത്തിൽ മുന്നമേ പോയവർക്ക് 1000 വർഷം അവർക്ക് കിട്ടിയെങ്കിൽ ഇവർക്ക് 993 വർഷമല്ലേ ഇവർക്ക് കിട്ടിയുള്ളൂ. 1000 വർഷം തികഞ്ഞോ? എവിടെ കൊണ്ടിട്ട് ഒപ്പിക്കും സഹോദരങ്ങളെ? നിങ്ങളുടെ ഭാവനയുടെ ലോകത്തിൽ ആശയങ്ങൾ പടുത്തുയർത്താതെ തിരുവചനത്തിൻ്റെ ബലത്തോടുകൂടി പഠനങ്ങൾ നടത്തിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു, ആത്മസാന്നിധ്യം എന്താണെന്ന്, പരിശുദ്ധാത്മാവ് എന്താണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് രുചിച്ചു പോട്ട് വായിച്ചു പോലും കേൾക്കാത്ത ആൾ തർജ്ജമ ചെയ്തു വെച്ച പുസ്തകം വായിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വെള്ളം കൊണ്ട് മതിൽ പണിത് വയ്ക്കുന്നത്? അതൊക്കെ മനസ്സിലായവർക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥം, അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പഠിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇനി ഈ വേറിട്ട ചിന്തകളെന്നുള്ള ഈ വചന പഠന പരമ്പരയുടെ 132ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ചെയ്തത്. ഏതെങ്കിലും ഒരു എപ്പിസോഡിന് തിരുവചനത്തിലൂടെ കണ്ണിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സ്വാഗതം, ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ അതിന് കഴിയാതെ ഒറ്റപ്പെട്ട വാക്കുകൾ കൊണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഒന്നുകിൽ വചനമറിയില്ലാത്ത ഭക്തർ, അതല്ലെങ്കിൽ വളരെ ശക്തമായ സുവിശേഷ വിരോധികൾ. എന്തുമാകട്ടെ, വചനത്തിലെ സത്യം ഇതാണ്. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ചകൾക്ക് മുൻപ്, രണ്ടാമത്തെ പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അതിനുശേഷം ന്യായാസനങ്ങളെ കാണുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 3 കഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. 3 കഷ്ടങ്ങൾ. അതെവിടെ ആരംഭിക്കുന്നു? ഒറ്റ വാക്കിൽ ഞാൻ അതിന് പറഞ്ഞു പോകാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ കഷ്ടം നടക്കുന്നു. അവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. അവിടെ 7 മുദ്രകളും 7 കാഹളങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കഷ്ടം ആരംഭിക്കുന്നത് 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ കഷ്ടം പറയുന്നു. മൂന്നാമത്തെ കഷ്ടം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ കോപ ദിവസത്തോടുകൂടി അതിൻ്റെ സമാപ്തി വരുന്നു. വളരെ വ്യക്തമായി വചനം അത് പറയുന്നു. ഇതിനോടിടയിലാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതൊക്കെ ഇതിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നില്ല. നമ്മുടെ SVJ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിക്കാരി രാജ്യത്തിൻ്റെ സുവിശേഷമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശത്തിനെ എന്താണെന്ന് തെളിയിക്കുന്ന ഒരു പഠന ക്ലാസ്സിൽ ഞാൻ എൻ്റെ വിശദീകരണം ഇട്ടിട്ടുണ്ടതുകൊണ്ട് ഇവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ 3 കഷ്ടവും കഴിയുമ്പോൾ
പിന്നെ അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, അവർക്ക് കൂടാരമായിരിക്കുന്ന, അവർക്ക് വിളക്കായിരിക്കുന്ന, അവർക്ക് ആശ്വാസമായിരിക്കുന്ന ദൈവത്തോടു കൂടിയുള്ള വാസം അവിടെ ആരംഭിക്കുന്നു. അതാണ് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ പഠനങ്ങൾ ഭാവനകൾ കൊണ്ട് പടുത്തുയർത്തി. ആ വാക്യം അങ്ങനെ ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരൻ ഭയങ്കര ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എന്നോട് ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. പക്ഷേ എത്രണ്ണം ഇട്ടു എന്നുള്ളതല്ല വിഷയം, ഒരെണ്ണത്തെങ്കിലും വചനാടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം കോപദിവസം, യഹോവയുടെ കോപദിവസമെല്ലാം കർത്താവിൻ്റെ വരവായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക്, എന്നോടൊപ്പമുള്ള സകല പ്രത്യാശയുള്ള ദൈവമക്കൾക്കും അത് ആനന്ദത്തിൻ്റെ നിമിഷമാണ്, കോപത്തിൻ്റെ ദിവസമല്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഏത്? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി അവൻ വരുമ്പോൾ അവൻ എതിരേൽപ്പാൻ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നുള്ളത് വായിച്ച് നിങ്ങൾ പേടിച്ച് വിറച്ചിരുന്നോളാനല്ല പറഞ്ഞത്. അത് കോപത്തിൻ്റെ ദിവസമാണ്, നിങ്ങൾ ഭയന്ന് വിറങ്ങലിച്ചിരിക്കാനല്ല പറഞ്ഞത്. ഈ വചനം കൊണ്ട് നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുവിൻ. അതെങ്ങനെ കോപത്തിൻ്റെ ദിവസമാകുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില വാക്യങ്ങളെടുത്ത് ഭാവനയിൽ കൊണ്ടുവന്നത് അങ്ങനെ ആയിരിക്കാമെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പഠനമല്ല ഇത്. ഇത് വ്യക്തമായ വചനത്തിൻ്റെ തെളിവുകളോട് കൂടിയാണ്. പുനരുത്ഥാനം 2. ഒന്നാമത്തെ പുനരുത്ഥാനം ഭാഗ്യവാന്മാർ, വിശുദ്ധർ. രണ്ടാമത്തെ മരണത്തിന് അവരുടെ മേൽ അവകാശമില്ല. എന്നാൽ മരിച്ചവർ ശേഷമുള്ളവർ 1000 ആണ്ടത്തേക്ക് അവർ ജീവിച്ചില്ല. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഞാൻ ഒറ്റ വാചകത്തിലൂടെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിട്ട്, ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത് അന്ത്യകാഹളത്തിങ്കൽ, 7 കാഹളങ്ങളിലുള്ള അന്ത്യകാഹളമല്ല, 7ാമത്തെ കാഹളത്തിൽ നടക്കുന്ന എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അന്ത്യകാഹളത്തിൽ നടക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നില്ല. അപ്പോൾ അന്ത്യകാഹളത്തിങ്കൽ, ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടിരിക്കുന്നവർ ശേഷിച്ചവരായ നാം രൂപാന്തരം പ്രാപിക്കുന്നു. അവിടെ ഹാബേൽ മുതൽ സെഖര്യാവ് വരെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്നത് വരെയുള്ള സകല രക്തസാക്ഷിത്വം വഹിച്ചവരും മൃഗത്തിൻ്റെയോ പ്രതിമയുടെയോ മുന്നിൽ വണങ്ങാത്തവരും നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവരുമായ എല്ലാവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അത് നടക്കണമെങ്കിൽ ഉപദ്രവകാലത്ത് രക്തസാക്ഷിത്വം വഹിക്കാനുള്ളവരും കൂടി വന്ന് ചേരണം. ഇല്ലായെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയണമെന്നറിയാവോ? ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം നടന്നു. ചിലർ സ്നാനമൊക്കെ ചെയ്യാറില്ലേ? വിശ്വസിച്ചിട്ട് സ്നാനം ഏൽക്കുന്നു പറയുമ്പോൾ സ്നാനം ആദ്യം നടന്നു, വിശ്വാസം രണ്ടാമത് നടന്നു എന്നതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം നടന്നു, അതായത് പുനരുത്ഥാനം ആദ്യം നടന്നു, അത് മഹോദരവാദത്തിന് മുമ്പ്. എന്നിട്ട് രക്തസാക്ഷിത്വം ഈ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതിന് ശേഷം മഹോദരവകാലത്തിൽ നടന്നു. അങ്ങനെയൊക്കെ പഠിപ്പിക്കേണ്ടി വരില്ലേ? ഇതെന്ത്? നിങ്ങൾ ഈ മാനുഷിക ബുദ്ധികൾ വചനം പഠിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ വചനം പഠിക്കുമ്പോൾ അവിടെ ഒരു എതിർചോദ്യം ആത്മാവിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ മഹോദ്രവകാലത്തും ശിരസ് ഛേദിക്കപ്പെട്ട കൊല്ലപ്പെട്ടവരും കൂടി എഴുന്നേൽക്കണമെങ്കിൽ അവരുടെ മരണവും കൂടി കഴിഞ്ഞിട്ടേ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കാവുള്ളൂ. അർത്ഥാൽ അന്ത്യകാഹളം മുഴങ്ങാവുള്ളൂ. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, ഈ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആത്മാക്കൾ കൊല്ലപ്പെടുന്ന സംഭവമായ മഹോദ്രവം കഴിഞ്ഞിട്ടേ കർത്താവിൻ്റെ കാഹളമായ അന്ത്യകാഹളം മുഴങ്ങാൻ പറ്റുകയുള്ളൂ. ഇതാണ് സത്യവചനം. ഇതിനെ വചനം കൊണ്ട് എതിർക്കാൻ കഴിയുന്നവർ കടന്നു വരട്ടെ. നിങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുക. ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സത്യം ജനത്തെ പഠിപ്പിക്കുക. സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഞാനും അത് അംഗീകരിക്കാം. ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പഠിപ്പിച്ച ഈ ആശയത്തിൻ്റെ മുന്നിൽ എത്ര കമൻറ്റുകൾ വന്നാലും വിറയ്ക്കുന്നതല്ല, അതിനെക്കുറിച്ച് പരിഭവപ്പെടുന്നതല്ല, തെറ്റായി പോയല്ലോ എന്ന് തോന്നുന്നതുമല്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കി സത്യ പഠനം ഉൾക്കൊള്ളുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കാരണം നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പഠിച്ചതും
നിങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞു നടന്നതും നിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനങ്ങൾ വെളിപ്പാടുകളായി തരുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ യാഥാർത്ഥ്യം ഗ്രഹിച്ചത്. സായിപ്പിൻ്റെ പുസ്തകമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പഠനം. ഇതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സഭയെടുക്കപ്പെടുന്നത് എപ്പോൾ എന്നുള്ള സബ്ജക്റ്റിൻ്റെ പഠന ക്ലാസുകൾ ഇവിടെ പര്യാപ്തി വന്നു എന്ന് ഞാൻ കരുതുന്നു. അല്ല, നല്ല ആശയങ്ങളോ ചോദ്യങ്ങളോ മുന്നോട്ട് വന്നാൽ മറുപടി എന്ന നിലയിൽ നമുക്കൊരു പഠനം കൂടി വിശകലനം ചെയ്യാൻ തയ്യാറാണ്. വാദത്തിനും തർക്കത്തിനുമല്ല, ഒരു വിശകലനത്തിന് വേണ്ടി തയ്യാറാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് പുതിയ പഠന വിഷയമായി മുന്നോട്ട് നീങ്ങാം. ദൈവം അതുവരെ നമ്മളെ കാത്തുപരിപാലിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദി. നിങ്ങളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സകല ശ്രോതാക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.